ഒരു സുന്ദരിയായ പെൺകുട്ടി വീടിന് പുറത്തിറങ്ങിയാൽ ചുരുങ്ങിയത് 10 ആണുങ്ങളെങ്കിലും അവളെ ശ്രദ്ധിക്കാനുണ്ടാകും. ഇനി സോഷ്യൽ മീഡിയയുടെ കാര്യം പറയണോ? ആ 10 എന്നുള്ളത് 100ഉം 1000ഉമാകും. ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഈ അറ്റൻഷൻ, അതാണ് അവരുടെ ഈഗോ ഇങ്ങനെ പെരുപ്പിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ അത്യാവശ്യം ലുക്കോ പൊക്കമോ അല്ലെങ്കിൽ നല്ല ബാങ്ക് ബാലൻസോ ഇല്ലാത്തൊരാളാണെങ്കിൽ അവൾ നിങ്ങളെക്കാൾ മുകളിലാണെന്നായിരിക്കും അവൾ വിചാരിക്കുന്നത്. പക്ഷെ ബ്രദർ, വിഷമിക്കണ്ട. ഇന്ന് നമ്മൾ ഇതിന്റെ സയൻസ് പൊളിച്ചെടുക്കാൻ പോവുകയാണ്. ദ റിയൽ റീസൺ. നിങ്ങളുടെ ലവ് ലൈഫ് പരാജയപ്പെടാൻ ഒരൊറ്റ കാരണമേയുള്ളൂ. ഡേറ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ആരും നമ്മളെ ഇത് പഠിപ്പിച്ചിട്ടില്ല. സിനിമയും സമൂഹവും നമ്മളോട് കള്ളമാണ് പറഞ്ഞത്. ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റാണ്. ഇക്കണോമിക്സ് പോലെ ഇതിനും ചില നിയമങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ DNA-യിലുള്ള കാര്യമാണത്. ആണുങ്ങളുടെ ബയോളജി പ്രകാരം പരമാവധി ജീനുകൾ സ്പ്രെഡ് ചെയ്യാനാണ് അവർ നോക്കുന്നത്. പക്ഷേ പെണ്ണുങ്ങളുടെ കാര്യം അങ്ങനെയല്ല. അവർക്ക് വേണ്ടത് സെക്യൂരിറ്റിയാണ്. അതുകൊണ്ട് അവർ എല്ലാവരെയും ഒഴിവാക്കി ഏറ്റവും ശക്തനായ ഒരുത്തനെ തിരഞ്ഞെടുക്കും. ഈ പഴയ നിയമം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ലളിതമായി പറഞ്ഞാൽ, വിമൻ ആർ ഗേറ്റ് കീപ്പേഴ്സ് ഓഫ് സെക്സ്. ഇന്റിമസി എപ്പോൾ വേണമെന്ന് അവൾ തീരുമാനിക്കും. മെൻ ആർ ഗേറ്റ് കീപ്പേഴ്സ് ഓഫ് കമ്മിറ്റ്മെന്റ്. റിലേഷൻഷിപ്പ് വേണോ എന്ന് അവൻ തീരുമാനിക്കും. റിലേഷൻഷിപ്പ് മാർക്കറ്റിലെ 2 കറൻസികളാണിത്. അവൾക്ക് വേണ്ടത് നിങ്ങളുടെ കമ്മിറ്റ്മെന്റാണ്. നിങ്ങൾക്ക് വേണ്ടത് അവളുടെ ഇന്റിമസിയും. ദ ഈഗോ പ്രോബ്ലം. ഈ കമ്മിറ്റ്മെന്റിൽ പല സ്റ്റേജുകളുണ്ട്. അതിലെ ആദ്യത്തെ സ്റ്റേജാണ് അറ്റൻഷൻ ആൻഡ് അപ്രൂവൽ. ഇവിടെയാണ് ആണുങ്ങൾക്ക് തെറ്റുന്നത്. ഡേറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപേ നിങ്ങൾ അവൾക്ക് അറ്റൻഷൻ വാരിക്കോരി കൊടുക്കും. അവളുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിയും കമന്റടിച്ചും ലൈക്കടിച്ചും നിങ്ങൾ നിങ്ങളുടെ വില കളയുന്നു. ഓർക്കുക, നിങ്ങളുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കറൻസിയാണ്. അത് വെറുതെ ആർക്കും കൊടുക്കരുത്. അവൾ സെലക്റ്റീവ് ആകുന്നതുപോലെ നിങ്ങളും സെലക്റ്റീവ് ആവുക. ഒരു പെൺകുട്ടിയുടെ ഈഗോ കുറയ്ക്കാനും നിങ്ങളുടെ വാല്യൂ കൂട്ടാനും അവളെ താഴ്ത്തിക്കെട്ടുകയല്ല വേണ്ടത്. പകരം നിങ്ങൾ സ്വയം ഉയരുക. നിങ്ങൾ അവളേക്കാൾ താഴെയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവൾക്കത് സെൻസ് ചെയ്യാൻ പറ്റും. മറിച്ച് നിങ്ങൾ അവളേക്കാൾ ഹൈ വാല്യൂ ആണെന്ന് വിശ്വസിച്ചാൽ അവൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. ഇതിന് 2 വഴികളുണ്ട്. സ്റ്റെപ്പ് 1. പിന്മാറരുത്. ഏതൊരു സംസാരത്തിലും ആരാദ്യം വിട്ടുകൊടുക്കുന്നുവോ അവന് സ്റ്റാറ്റസ് കുറയും. മിക്ക ആണുങ്ങളും പെണ്ണുങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് സറണ്ടറാകും. അവളെ പേടിച്ച് സ്വന്തം അഭിപ്രായം മാറ്റും. അനാവശ്യമായി സോറി പറയും. അവളെ പ്ലീസ് ചെയ്യാൻ നടക്കും. ഇത് നിർത്തുക. നിങ്ങളെ വിരട്ടാൻ പറ്റില്ല എന്നവൾക്കെപ്പോൾ തോന്നുന്നോ ആ നിമിഷം അവൾക്ക് നിങ്ങളോട് ബഹുമാനം തോന്നും. മലയാളി യൂത്തിന്റെ ഇടയിൽ നൈസ് ഗൈസ് വേഴ്സസ് ബാഡ് ബോയ്സ് എന്ന കോൺസെപ്റ്റ് വളരെ ഫേമസ് ആണ്. പെൺകുട്ടികൾക്കിഷ്ടം ബാഡ് ബോയ്സിനെയാണ് എന്നതൊരു പൊതു സംസാരമാണ്. സ്റ്റെപ്പ് 2. നോൺ റിയാക്റ്റീവ് ആവുക. ഒരു ഹൈ വാല്യൂ മാൻ ഒരിക്കലും റിയാക്ട് ചെയ്യില്ല. അവൻ കുരുങ്ങില്ല. അവൾ പറയുന്നതിനനുസരിച്ച് അവൻ മാറില്ല. ഉദാഹരണത്തിന്, അവൾ പറയുകയാണ്, നിങ്ങളുടെ ഷൂസ് കാണാൻ കൊള്ളില്ല. നിങ്ങളുടെ മറുപടി, ഓക്കെ, അഭിപ്രായത്തിന് നന്ദി, എന്നിട്ട് സംസാരം തുടരുക. ഇനി അവൾ നിങ്ങളെ പുകഴ്ത്തിയാലും താങ്ക്സ് എന്നിട്ട് സംസാരം തുടരുക. മിക്കവരും ചെയ്യുന്ന തെറ്റെന്താണെന്നോ? അവരവിടെ ഇരുന്ന് ഓരോന്ന് വിശദീകരിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ തിരിച്ചു ചൂടാകും. നിങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും റിയാക്ട് ചെയ്താൽ അതിന്റെ അർത്ഥമിതാണ്: എന്റെ ഇമോഷൻസിനെ നിയന്ത്രിക്കാനുള്ള റിമോട്ട് കൺട്രോൾ നിന്റെ കയ്യിലാണ്. അതുകൊണ്ട് നോൺ റിയാക്റ്റീവ് ആവുക. നിനക്കെന്നെ കുലുക്കാൻ പറ്റില്ല എന്ന ആറ്റിറ്റ്യൂഡ് കാണിക്കുക. അവൾക്കത് ഫീൽ ചെയ്യുമ്പോൾ അവളുടെ ഈഗോ ഓട്ടോമാറ്റിക്കായി കുറയും. നിങ്ങളോടുള്ള ആകർഷണം കൂടുകയും ചെയ്യും.